लंबे समय हमारा साथ काम करने वाले हैं तू। बोल, किसी के लिए काम कर रहे हैं? പാട്രിക്, ഹാർബറിൽ വരുന്ന ഡ്രഗ് സബ്സ്റ്റൻസ് എല്ലാം NBC അറിയാതെ തൻ്റെ കൺട്രോളിൽ വെച്ച് സിൻഡിക്കേറ്റിൽ എത്തിക്കുന്ന ഒരു ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ടർ. अब बोलो, दाऊद के लिए अजास और वर्दा, हम तुझको ज़रूर मारेगा। तुमको पता है वो आ गया तो बुलाओ इसको। ഇത് അൻപുരാജ്. സിൻഡിക്കേറ്റിലെത്തിയ ചരക്കുകളെല്ലാം ഇല്ലീഗലായി പല ഡ്രഗ് കാറ്റഗറി ഗ്യാങ്ങുകൾക്കും ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗ് സിൻഡിക്കേറ്റ് ലീഡർ. ഇൻഫോർമേഷൻ വന്ന പ്രകാരം പുതിയ ഡെമോ എൻ്റെ കയ്യിലുള്ള കാര്യം എങ്ങനെ ലീക്കായി? ഇതിനെ തേടി ഇനി കുറേ എണ്ണം വരുന്ന എനിക്കറിയാം. ഇത്ര കാലം നീ എൻ്റെ ഒപ്പം നിന്നിട്ട് എൻ്റെ ചരക്കന്നെ കോനെത്തു സാല മാതർ മർജ സാല. മദ്രാസി ബോർഡറിൽ നിന്ന് 12 അതുമല്ലാണ്ട് വരുന്ന കണ്ടെയ്നറിലൊന്ന് നമ്മുടെയാണ്. ആ ഇന്ന് നൈറ്റ് തന്നെ എനിക്ക് ഷിഫ്റ്റ് ആക്കണം. ഓക്കെ. അജാസ് അഹമ്മദ് മട്ടാഞ്ചേരി ഭാഗത്ത് ഒരു മരമിൽ കവറപ്പായി നടത്തിക്കൊണ്ടിരിക്കുന്നവൻ. ഉള്ളിൽ പല ഇല്ലീഗൽ ബിസിനസ്സും, അതും കൂടാതെ ഇല്ലീഗൽ ലൈസൻസുകളുടെ ബാരൽ, ആമോസ് എന്നിങ്ങനെ ബിസിനസ്സായി ഒരു ചെറിയ ഗവൺമെൻറ് തന്നെ തൻ്റെ കൈക്കുള്ളിൽ വെച്ചിരിക്കുന്നവൻ. കേരളത്തിൽ ഹാർബറിൽ വരുന്ന ചരക്കുകളുടെ ഇൻഫർമേഷൻ, അതിൻ്റെ ഡെമോയും ഇവൻ്റെ അണ്ടർ കൺട്രോളിൽ നിന്നാണ്. ഹലോ, ഞാൻ പറയണ കാര്യം നേരെ കേൾക്കാതെ അജസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ 12:45 ഹാർബറിൽ ചരക്ക് വരുന്നുണ്ടത്ര. ഇന്ന് വരുന്ന ചരക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയി കൊടുക്കാം. എൻ്റെ 20% നമുക്ക് കിട്ടും. സാധാ പോലെ തന്നെ ലൂപ്പിൽസ് വരുന്ന കണ്ടെയ്നറാണ്. പക്ഷെ അപ്പോൾ അത് ഔട്ട് ഓഫ് കൺട്രോളാണ്. ശരി, നീ ഇറങ്ങി, ഞാൻ പുറത്തേക്ക്. പീറ്റർ, അജാസിന്റെ അണ്ടർ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന 2 പേർ, മാർട്ടിൻ, പീറ്റർ, ഇവർ 2 പേരും അൺഎത്തിക്കൽ ലേബേഴ്സാണ്. part of a
അസീസെ, ഞാൻ പറയുന്ന കാര്യം നേരെ കേൾക്ക്. വിഷയം കൺഫേം ആണ്. പഴുത സിൻഡിക്കേറ്റ് വിടാൻ പോവാണ്. അതുമല്ലാണ്ട് ചരക്ക് നമ്മുടെ കിട്ടിയാൽ വറുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയി നമ്മുടെ കൺട്രോളിൽ വരും. അജാസേ, നീ എന്ത് ചെയ്യുന്നറിയില്ല. എങ്ങനെയാണെങ്കിലും സിൻഡിക്കേറ്റ് എൻ്റെ കയ്യിൽ വരണം. അസീസെ, ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, എല്ലാവരും കൂടി തീരുമാനിക്കണ്ടേ? അജാസേ, ചെറുക്കിൻ്റെയും സൊസൈറ്റിൻ്റെയും കാര്യം ഞങ്ങൾ നോക്കാം. സിൻഡിക്കേറ്റിൻ്റെയും ടെറിട്ടറിൻ്റെയും കാര്യം നീ നോക്ക്. അതിനുള്ള 50% നീ വാങ്ങണ്ട്. അതിനുള്ള പണി നീ എടുക്കുക. 50% മാത്രമല്ല, കോസ്റ്റൽ ഏരിയാസിൽ വരുന്ന ഫുൾ ബ്ലൂ പ്രിൻറ്റും എൻ്റെ കയ്യിലാണ്. അതുമല്ലാണ്ട് ഇൻഫർമേഷൻ പ്രകാരം ചരക്ക് അവൻ്റെ കയ്യിൽ പോയാൽ സിൻഡിക്കേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എല്ലാം കറക്റ്റായി പോകുന്നുണ്ട്. അജാസേ, നിൻ്റെ കയ്യിലാണല്ല, സിൻഡിക്കേറ്റ് എൻ്റെ കൺട്രോളിൽ വരും. അതിന് അസീസെ, ചരക്ക് ഔട്ട് ഓഫ് കൺട്രോളിലാണ്. പറഞ്ഞ നേരം കേട്ടല്ലോ, അവന് മിസ്സാക്കണ്ട. അവന് മിസ്സാക്കിയാൽ സിൻഡിക്കേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അവൻ്റെ പേരെന്താ പറഞ്ഞു? ഇൻഫർമേഷൻ വന്ന പ്രകാരം 50 എന്നാണ്. അവൻ്റെ ഫോട്ടോ അയക്കി. അതിനാണ് അയച്ചവിടാ. നീ ഇറങ്ങിക്കോ, എൻ്റെ പിള്ളേരവിടെ എത്തും. കേട്ടല്ലോ, മിസ്സാക്കണ്ട. സിൻഡിക്കേറ്റ് എൻ്റെയാണ്. അജാസേ, നീ കോസ്റ്റൽ ഏരിയാസിൽ വരുന്ന കണ്ടെയ്നർ നമ്പർ എല്ലാം നോട്ട് ചെയ്തു. മൊത്തം 3 കണ്ടെയ്നറിലാണ് വരുന്നത്. അതിൽ 2 എൻ്റെ ഡ്രഗ് സെക്ഷൻ, പിന്നൊന്നും നിനക്ക് വരാനുള്ളത്. ഫസ്റ്റത്തെ കിൻപിൻ 7845. പിൻ 7845. രണ്ടാമത്തെ കിൻപിൻ 6775. പിൻ 6775. ഇനി എനിക്ക് വരാനുള്ളത് ലോസ് പോളോസ് 3901. നിനക്ക് തരാനുള്ളതെല്ലാം ഞാൻ തന്നു. ഇനി എനിക്ക് ആ സിൻഡിക്കേറ്റ് വേണം. ചരക്ക് ഇങ്ങനെയായിട്ട് എനിക്ക് ഷിഫ്റ്റായ സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽ വരും. ഫോട്ടോ വന്നിട്ടുണ്ട്. കണ്ടെയ്നറിൽ പതിയാൻ പോണ കൈ ഇവൻ്റെയാണ്. ഹാർബർ മൊത്തം നോക്കണം. അവിടെ വെച്ച് കിട്ടണോ, അവിടെ വെച്ച് വെട്ടണം. നേരെ കേട്ടോ, നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട ഏത് അൻപാണെങ്കിലും കണ്ടെയ്നറിൽ വെക്കുന്ന കൈ എടുത്ത് വെട്ടണം. ഹാർബറിൽ പോയി തരേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമ്മളെ തന്നെ തേടി വന്നു. അജാസിനെ വിളിച്ചു പറഞ്ഞു സിൻഡിക്കേറ്റിൻ്റെ ടെറിട്ടറി നമ്മുടെയാണെന്ന്. മിസ്സാവാൻ പറ്റില്ല. മിസ്സാവില്ല. അസീസ്, കോസ്റ്റൽ ഏരിയാസിൽ നടക്കുന്ന കള്ളക്കടത്തിലും ഗോൾഡ് സ്മഗ്ലിങ്ങിലും ഉൾപ്പെടുന്നുണ്ട് ഒരു വലിയ കൈ ഇവന്റെയാണ്. ഒരു സിറ്റി ഹബ്ബാക്കി അതിലൂടെ സൊസൈറ്റിക്ക് ഡ്രഗ് സബ്സ്റ്റൻസ് കൊണ്ടുവന്ന് ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നവൻ. ഇവന്റെ ഗ്യാങ്ങിൽ 4 പേരുണ്ട്. റാവോ, റോക്കി, ഗാബി, ജോസ്. ഈ സിൻഡിക്കേറ്റിൽ ഇവരെ അറിയപ്പെടുന്നത് ഗ്യാങ് ഓഫ് ഫക്കീറ. മദ്രാസി ബോർഡിൽ നിന്ന് 12:45 ഒരു ചരക്ക് വന്നിട്ടുണ്ടാവും. നീ അറിഞ്ഞിട്ടുണ്ടാവും. ചരക്ക എനിക്കറിയില്ല. ഞാനിപ്പോഴും പറയണു,
നിനക്കറിയാം. എന്താ വെച്ചാൽ നിൻ്റെ കയ്യിലാ ഡെമോ. ഡെമോ ഇല്ലൊരു എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്ന പാട്ടിന് നിന്നെ തീർത്തിട്ട് പോകാൻ അറിയാണ്ടല്ല. ഈ സിൻഡിക്കേറ്റിൽ ഇനി നീയില്ല. ഇനി ഇതെൻ്റെയാണ്. നിന്നെ തട്ടാൻ എനിക്ക് മേലെന്ന് ഓർഡർ വന്നിട്ടുണ്ട്. എന്താ ചെയ്യുക പറ. എൻ്റെ അനുവാദം ഇല്ലാണ്ട് എൻ്റെ ഏരിയയ്ക്ക് വന്നിട്ട് എന്നെ തന്നെ തട്ടാൻ ഇവനാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. ഇത് നമ്മൾ ചെയ്താ ഇതിൻ്റെ 50% നമുക്ക് കിട്ടും. നമ്മൾ പോയാൽ മാത്രം മതി. ഏയ് കൈയില്ലേ
മണി പഠിച്ചല്ലോ. ഹാർബറിൽ വേണ്ട, ബ്ലാസ്റ്റ് ചെയ്യാം. നീ തേടി വന്ന ഡെമോ എൻ്റെ കയ്യിലുണ്ട്. മെത്താഫെറ്റമിൻ. നീയല്ലേ പറഞ്ഞു എനിക്ക് സിൻഡിക്കേറ്റ് വേണമെന്ന്? എടുത്തോ. ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. നീ എന്നെ കൊന്നാലും ഈ സിൻഡിക്കേറ്റ് കയ്യിലെടുക്കാന്ന് വിചാരിക്കണ്ട. എന്നെ കൊന്നാലും നിനക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊന്നാലും നീ രക്ഷപ്പെടില്ല. ഡെമോ റെഡി ഹേ? ഒരു മീറ്റിംഗ് ഉണ്ട്, പോരാ. हार्बर पूरा RDX फिक्स करो, सब कुछ बमबारी कर दो. So, who is victim? ചീഫ്, ഐ വിൽ എക്സ്പ്ലെയിൻ. 3 മാസം മുമ്പ് നടന്ന ഒരു ഹാർബർ ഡ്രഗ് ബസ്റ്റ് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ NCB നടത്തിയ ഒരു ഓപ്പറേഷനിൽ കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് നിന്നാണ് ലോസ് പോളോസ് എന്ന കപ്പലിൽ നിന്നും ഏകദേശം 500 കിലോഗ്രാം ഭാരമുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. മാർക്കറ്റിൽ 400 crores വിത്ത് അപ്രോക്സ്. ചീഫ്, ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ഡെമോ ഉണ്ട്. ഈ ബ്രേക്കിംഗ് ബാഡ് വെബ് സീരീസിലെല്ലാം ഉള്ള പോലെ ഒരു നീല കളർ ഗ്ലാസസ്. ചീഫ്, മെത്തഫെറ്റമിൻ ക്രിസ്റ്റൽ മെത്തെന്നും പറയും. ഏകദേശം 10,000 കോടി രൂപ മാർക്കറ്റിൽ. ചീഫ്, ഇങ്ങനത്തെ ഡ്രഗ്സിന് ഒരു പ്രത്യേകതയുണ്ട്. 5 ഗ്രാം കിട്ടിയാൽ അതിൽ നിന്ന് 5 കിലോ കൊക്കൈൻ വരെ ഉണ്ടാക്കാം. NCB ഭാഷയിൽ പറയുകയാണെങ്കിൽ ദി ലാർജ് സബ്സ്റ്റൻസ്. ഈ ഡ്രഗ് അബ്യൂസും വിക്ടംസും തമ്മിൽ എന്താ ബന്ധം? ഉണ്ട് ചീഫ്. ഈ നടന്ന ഡ്രഗ് കാറ്റഗറിയുള്ളവർക്കും 3 മാസം മുമ്പ് നടന്ന ഹാർബർ ഡ്രഗ് ബസ്റ്റിലുള്ളവർക്കും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെ? ചീഫ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സീസ് ചെയ്തതിൽ നിന്ന് ഒരു മെറ്റിൻ്റെ ഡെമോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇതും കൂടി കണക്ട് ചെയ്തപ്പോൾ ഹി ഫൗണ്ട് ഹിം. അപ്പോൾ ഈ ഡ്രഗ് കാറ്റഗറീസിലുള്ളവർക്കും ഇവർക്കും തമ്മിൽ എന്താ ബന്ധം? മേ ബി ആയിരിക്കാം ചീഫ്. പക്ഷേ ഇവർ വെറും ഡോട്ടാണ് ചീഫ്. ഹാർബറിൽ വരുന്ന ചരക്കെടുത്ത് സിറ്റി ഹബ്ബാക്കി അതിലൂടെ സൊസൈറ്റിക്ക് ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ചെറിയ ഗാങ് ആയിരിക്കാം. മേ ബി ഇനി ഇതിൽ കുറേ പേര് ഇൻവോൾവ് ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ചീഫ്,
ഈ ഡ്രഗ് കാറ്റഗറീസ് എല്ലാം നമ്മുടെ സൊസൈറ്റിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ തൊട്ട് വരുന്ന ജനറേഷൻ്റെ അവസ്ഥ വരെ ഡാർക്ക് സോണിലാവും.